ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റോബസ്റ്റ് കായ വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. അതിനായിട്ട് റോബസ്റ്റ് കായ നല്ലപോലെ കഴുകി എടുത്തതിന് ശേഷം കുനുകുന അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു പാത്രം അടുപ്പത്തോട്ട് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് ചട്ടി നല്ലപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലോട്ട് ഞാൻ ഒരു അല്പം വെളിച്ചെണ്ണ കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണോ ഓയിലാണോ ഏതാണോ നിങ്ങൾക്കിഷ്ടം അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ എണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചൂടായി വരുന്ന സമയത്ത് ഒരല്പം കടുക് കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കടുക് നല്ലപോലെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സവോള കൊത്തിയരിഞ്ഞതും 4 പച്ചമുളക് അരിഞ്ഞതും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ വഴറ്റുന്നുണ്ട്. ഇത് നല്ലപോലെ വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നല്ലപോലെ പാകമായിട്ടുണ്ട് കേട്ടോ. പാകമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന റോബസ്റ്റ് കായ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയില്ലെങ്കിൽ അടിക്ക് പിടിക്കുകയെ. അപ്പോൾ മുഴുവനായിട്ട് ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ അതിലോട്ട് ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു സ്പൂൺ ഉപ്പ് കൂടെ ഞാൻ അതിലോട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. നല്ലപോലെ ഇളക്കിയതിന് ശേഷം എന്താ പറയുക, നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരല്പം വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി. എനിക്ക് കുറച്ച് ഒട്ടിയിട്ട് ഇരിക്കുന്ന ടൈപ്പാണ് കേട്ടോ ഇഷ്ടം. വെള്ളം പോലെയുള്ള ടൈപ്പാണ് ഇഷ്ടം. അത് കാരണം ഞാൻ വെള്ളം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിഷ്ടമല്ലെങ്കിൽ വെള്ളം ചേർക്കണം എന്നുള്ള ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ഒരല്പം വെള്ളം ചേർത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് ഇത് നല്ലപോലെ വേവട്ടെ. അപ്പോഴേക്കും നമുക്കൊരു കുറച്ച് നാളികേരം ചിരകിയിട്ട് വരാം. അടുപ്പൊക്കെ നന്നായി കത്തിച്ച് വിട്ടിട്ട് ഞാൻ നാളികേരം ചിരയാണ്. ഇപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് പോകും പെട്ടെന്ന്. പോരാത്തതിന് മണ്ണിൻ്റെ പാത്രം കൂടെ ആയതുകൊണ്ട് അടിക്ക് പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ നാളികേരം ചേർക്കുന്നുണ്ട്. ഒരല്പം മാത്രമാണ് നാളികേരം ചേർത്തത്. നാളികേരവും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ഞാൻ നല്ലപോലെ ഇളക്കുന്നുണ്ട് കേട്ടോ. അടിക്ക് പിടിക്കുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലപോലെ തന്നെ ഇളക്കിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച പരുവത്തിൽ ഇത് വന്നിട്ടുണ്ട്. നല്ലപോലെ ഒട്ടിയ പരുവത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സാധനം ഏകദേശം റെഡി. ഇനി ഒരു പ്രോസസ്സും കൂടെ ഉള്ളൂ ബാക്കി. ഇതിലോട്ട് ഞാനൊരു മണത്തിനായിട്ട് ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയായി. ഇതിനൊരു ചെറിയൊരു കയ്പ്പുണ്ടാവും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.